അപ്പോൾ നമ്മൾ അമേരിക്കയിലെ ഒരു ഡ്രൈവർ ഇല്ലാത്ത കാറ് വിളിക്കുകയാണ്. എന്താണ് വേമോ 1 എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഒരു ഡ്രൈവർലെസ് കാറിനെ കൂടെ നമ്മളൊന്ന് എൻജോയ് ചെയ്യണം. ഞാൻ ഓൾറെഡി ചൈനയിൽ നിന്ന് അനുഭവിച്ചതാണ്. ഇതാ വന്നിട്ടുണ്ട്, ഇതാ വരുന്നുണ്ട്. നോക്കാം നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ്. അത് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് കറണ്ട് ലൊക്കേഷൻ ഹോട്ടൽ സ്പേറോ. ഓക്കെ, 2 മിനിറ്റ് കൊണ്ട് വരും എന്ന് പറയുന്നുണ്ട്. 28:39 കേട്ടോ, $29. ഓക്കെ, റിക്വസ്റ്റ് കാറ് കൊടുക്കട്ടെ. എന്നിട്ട് മോഡം മുന്നിലേക്ക് വരുമോ നോക്കാൻ. ഓക്കെ, കണ്ടിന്യൂ. ആഡ് എ കാർഡ് ടു പേ സെക്യൂരിറ്റി. അപ്പോൾ നമ്മളെ റൈഡ് എടുത്തിട്ടുണ്ട്. 4 മിനിറ്റ് കൊണ്ട് നമ്മുടെ കാറ് വരുന്ന. സീ യു സൂൺ. അപ്പം ഇതാണ് ഇപ്പോൾ നമ്മുടെ ഒരു ബുക്ക് ചെയ്ത ഇതുപോലത്തെയാണ്. ഇതിലിപ്പോൾ ആളില്ല. ഈ വണ്ടിയാണോ നമ്മളതെന്ന് അറിയില്ല. നമുക്ക് വണ്ടി ഇത് വേറെ തന്നെ വരും. ഇനി 4 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇത് വേറെ ആർക്കോ വേണ്ടി ആയ വണ്ടിയാണ്. ഇങ്ങനെ ഈ നാട്ടിൽ കുറേ ഓടുന്നുണ്ട് കേട്ടോ. ഒരു വിഷയമുള്ളത് ഇപ്പോൾ വൈമോ എന്ന് പറയുന്ന ഒരു വണ്ടിയാണിത്. ആ മുകളിൽ തിരിയുന്ന ആ ക്യാമറയാണ് ഇതിൻ്റെ സൂപ്പർ സാധനം. ഒരു വല്ലാത്തൊരു റഡാറ് തിരിഞ്ഞുകൊണ്ടിരിക്കണം കണ്ടോ. എന്താ ഇവിടെയൊക്കെ തിരിയുന്നുണ്ട്. ഇവിടെ റഡാറ്, അവിടെ ഒന്ന് തിരിയുന്നുണ്ട്, ഒക്കെ തിരിയുന്നുണ്ട്. നമ്മളെ വണ്ടിക്ക് ഇത് 2 മിനിറ്റ് കൊണ്ട് വരും എന്നാണ് പറഞ്ഞത്. നമ്പർ കിട്ടിയാൽ നോക്കട്ടെ. 85 ലാസ്റ്റ്. യെസ്, ഇതന്നെയാണ് നമ്മളെ വണ്ടി. ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ. ഇതാണ് ഈ കിടക്കുന്നതാണ് നമ്മളെ വണ്ടി. ഇവിടുന്ന് കയറാൻ പറ്റില്ല. അതിൻ്റെ പോയിന്റ് ഇവിടെയാണ്. ഇങ്ങോട്ട് വരും. ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതന്നെയാണ് നമ്മളെ വണ്ടി. അതിനാണ് കയറാം. വരൂ. ആ വണ്ടി അതിൽ കയറാൻ പറ്റുമോ? ഒന്ന് പോയി നോക്കല്ലേ. ഒന്ന് പോയി നോക്കട്ടെ. അറിയില്ല. സംഭവം തന്നെയാണ് നമ്മളെ വണ്ടി. അത് തന്നെയാണ്. വരൂ, വണ്ടി തന്നെയാണ്. അൺലോക്ക് അടിച്ചിട്ടാ വരി. ഇതിന് അൺലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കയറിക്കോളി. ഓക്കെ, താങ്ക് യു. എൻ്റെ പേരൊക്കെ വിളിച്ചു പറഞ്ഞു. വരൂ. ആ വണ്ടി അടിച്ചോളാം. ഡോറടിച്ച്. എന്താ കഥ. ഓക്കെ, സ്റ്റാർട്ട് റൈഡ്. നമ്മളിവിടെ അങ്ങനെ അടിക്കണം. സ്റ്റാർട്ട് റൈഡ്. ഹലോ. ആ ഓണ്. Just give us 1 minute to cover a few riding tips. This experience may feel futuristic, but the need to buckle up is the same as always. അടച്ചോനെ, ചൈനയിൽ നിന്ന് ഇങ്ങനെ എടുത്തിരുന്നു. എത്ര ഈ തിരക്ക് കൂടിയൊക്കെ ഉള്ളതാ പോണത്. പടച്ചർ. അത് ബെൽറ്റ് ഡേറ്റ് ആണ്. പ്ലീസ് വെയർ യുവർ ബെൽറ്റ്. ജാഗോർ വണ്ടി. അപ്പോൾ ഡ്രൈവറെ പണി ഇതോടുകൂടെ പോയില്ലേ. കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞാലേ അല്ലേ. നല്ല സ്പീഡാണ് പോണത് കേട്ടാ. ഇല്ലേ, അത്യാവശ്യം എല്ലാം പോണ പോലെ തന്നെ പോകുന്നുണ്ട്. ചൈനയിലെ ഒരു പ്രത്യേക പട്ടണത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളായിരുന്നു, ഷെൻജനിലെ ഒരു പ്രത്യേക ഏരിയ. ഇവിടെ എങ്ങനെയല്ല, സാൻ ഫ്രാൻസിസ്കോയുടെ ഒട്ടുമിക്ക ഏരിയയിലും ഇത് ഡ്രൈവർ ഇല്ല, ഓടുന്നുണ്ട്. അതിനായിട്ട് ആളുകൾ വിളിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വിളിച്ചോളന്നില്ല. ഇതൊരു എക്സ്പീരിയൻസ് നേടാൻ വേണ്ടിയിട്ട് വിളിക്കും. ഈ ട്രാഫിക് സിഗ്നലാണ് ഇപ്പോൾ ഈ വണ്ടി കിടക്കുന്നത്. ഡ്രൈവർ ഇല്ലാത്ത വണ്ടി. ഇപ്പം ഗ്രീൻ എടുത്തു. പോയി. എടുത്ത് കൊടുക്കുക. എത്ര വളരെ പെട്ടെന്ന് തന്നെ കേട്ടോ. ഒരു ആളെടുക്കുന്ന പോലെ തന്നെയാണ്. ഓരത്തിരില്ലല്ലോ. അത്യാവശ്യം ഇവിടെ ഉണ്ടല്ലേ. 10-18 മിനിറ്റ് ഉണ്ടായിരുന്നല്ലോ. അതേപോലെ ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഓരോ ട്രാക്കിലൂടെ പോണ വണ്ടിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. പിന്നെന്താ, അതേപോലെ അപ്പുറത്തെ സ്ക്രീനിൽ വേറെയുണ്ട്. നല്ല വെയിൽ അവിടെ നിന്ന് കുത്തണം. ഇയാളെ കണ്ണിനൊരു കുഴപ്പമില്ല. കാരണം നമുക്കാണ് കണ്ണ് കാണുന്നില്ല മുന്നിലേക്ക് നോക്കാൻ. ഇയാൾ നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. ജാഗോർ കാറിലും ഒരു യാത്ര. ജാഗോർ കാർ എന്ന് പറഞ്ഞാൽ ഒത്തിരി എക്സ്പെൻസീവ് അല്ലേ. ചൈനക്കാർ ഇതിൻ്റെ ചുറ്റുഭാഗവും ക്യാമറ വെച്ചിരുന്നു. ഇതിൻ്റെ ഉള്ളിലും പുറം ഒക്കെ ആകെ വൃത്തിയേടാക്കിയിട്ട് കുറെ ക്യാമറ വെച്ച്. ഇവര് പിന്നെ അതൊന്നുമില്ല. എന്താ തിരി. അപ്പൊ ജാഗോർ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലും ഇല്ലേ. ജാഗോറിന് ഇപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചാല് ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല തോന്നുന്നുണ്ട്. ഇവിടെ കണ്ടതായിട്ട് ഓർമ്മയില്ല. റൂഫൊക്കെ എങ്ങനെയാണ്. ഇവിടെ കരുതുണ്ട്. ഇവിടെ ഗ്ലാസ് ആണ്. വേറെ ഓപ്പൺ ആണ് കേട്ടോ. ഓപ്പൺ ആണ്. റൂഫ് ഓപ്പൺ ആണ്.
ഓക്കെ, എത്ര ക്ലിയർ ആയിട്ടാണ് ഓടിക്കുന്നത് എന്നറിയോ. യാതൊരു ഫൗളും ഇല്ല, അമിത ബ്രേക്കിംഗ് ഇല്ല, അമിത ആക്സിലേറ്റർ കൊടുക്കുന്നില്ല. വളരെ മര്യാദക്ക് നല്ലൊരു പ്രൊഫഷണൽ ഡ്രൈവർ നമ്മളെ കൊണ്ടുപോകുന്നതിനേക്കാളും പെർഫെക്റ്റ് ആണ്. ഇത് എല്ലാ പട്ടണത്തിലും വന്നാൽ പിന്നെ നമുക്ക് അപകടം ഉണ്ടാവില്ലല്ലോ അങ്ങനെയാണെങ്കിൽ. ഇതിൽ മലയാളത്തിൽ ഇപ്പോ നിർത്തണേന്ന് പറഞ്ഞ നിലം വിളിയും കൂടിയാൽ ഇപ്പൊ ആര് നിർത്തി തരും? ഒരു രക്ഷയില്ല അല്ലേ. ഇംഗ്ലീഷ് കരഞ്ഞാലോ AI കേക്കോ? പുള്ളിലിപ്പോ മൈക്കൊക്കെ ഉണ്ട്. നമ്മുടെ ഓരോ വാക്കുകളും മനസ്സിലാക്കണ. ഇനി എല്ലാ ഭാഷയിലും ഇത് വരും, വരാതിരിക്കൂല. അപ്പൊ പിന്നെ ഇത് നേരെ കടപ്പുറത്ത് കണ്ടാ പോണത്. അടിപൊളി. കടപ്പുറത്ത് കാണും. എന്താ ബ്രേക്കിംഗ് അറിയാം. ഇവിടെ ട്രാഫിക് സിഗ്നൽ ഉണ്ടെങ്കിൽ ഒന്നുമില്ലല്ലോ. ആളുണ്ടോ നോക്കിയിട്ടല്ലോ, സീബ്രമേ ആളുണ്ടോ നോക്കിയിട്ട് പോയി. ഉണ്ടാകാൻ ട്രാഫിക് ഇല്ല, ഒക്കെ നോക്കിയിട്ട് തന്നെ പോയത്. ഫുള്ള് നോക്കിയിട്ട് തന്നെ എടുത്ത്. എന്താ കഥ. എന്തേ ഉണ്ടാ ആ കാറുകാരെ കണ്ട് എടുക്കുന്നുണ്ട് അല്ലേ, നിർത്തി കൊടുത്ത്. ഇല്ലാന്ന് മനസ്സിലായി. ഉണ്ടാക്കുക അജാതി ആ മനുഷ്യന്മാരെ തേറ്റ് പോണതിൻ്റെ ഇടയിൽ കൂടെയാണല്ലോ ഈ പോണതില്ലേ. അങ്ങനെയൊക്കെ ഒറ്റക്കാലിൽ എത്രയോ ആൾക്കാർ ഇതിവിടെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഈ മനുഷ്യനും ഇതേപോലെ ഒരു ഇതും ഇല്ലാത്ത. അപ്പം എന്താ ജാഗോർ കമ്പനിയാണ്. ജാഗോർ നമ്മുടെ ഇന്ത്യൻ്റെ ടാറ്റ വാങ്ങിച്ച കമ്പനിയാണ്, UK കമ്പനിയാണ് ഇട്ട് ജാഗോർ. അതിലാണ് ഇപ്പോൾ ഡ്രൈവർ ഇല്ലാത്ത ഈ ഒരു വണ്ടി പ്രോഗ്രാമും ക്യാമറയൊക്കെ വെച്ച് ഓടിക്കുന്നത്. Keys or wallet. There are more drop-off options in the app. എത്താറായിട്ടുണ്ട്. നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ് എങ്ങനെ അൺലോക്ക് ചെയ്യണം, ഡോർ എങ്ങനെ തുറക്കുക എന്നുള്ളത്. ആദ്യത്തെ ഒരു വലിക്ക് കിട്ടില്ല, ഒന്നും കൂടി റിലീസ് ചെയ്ത് വിട്ട് രണ്ടാമത്തേനാണ് അൺലോക്ക്